മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെയും കൂട്ടിയിട്ട് ലേഖയും അനന്തവും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് മഹിയെ വഴക്കൊക്കെ പറയുകയാണ്. നിന്നോട് ഞാൻ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞതാണ്, അവിടെ ആപത്താണ്. ഛർദിയും മോക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഈ പറയുന്ന രണ്ടാനമ്മയ്ക്കും സംശയങ്ങൾ തുടങ്ങിയിരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, സാരല്ല ലേഖ, ഇനി നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കണ്ണേട്ടൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ കണ്ണേട്ടൻ വിളിച്ചാലും നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടയക്കില്ല. ഇവിടെ ഇരുന്നാൽ മതി, ഒരു കുഞ്ഞുണ്ടാവുന്നത് വരെ. പിന്നെ ഇത് നിന്റെ മാത്രം കുഞ്ഞല്ല, ഞങ്ങളുടേതും കൂടിയാണെന്നൊക്കെ മഹിയോട് ലേഖ പറയുന്നു. പിന്നീട് വീടെത്തിയതിനു ശേഷം കണ്ണനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനെ വിളിച്ചതിന് ശേഷം മഹി പറയുകയാണ്, സൂക്ഷിച്ച് വേണം അവിടെ ഇരിക്കാനായിട്ട്. അവിടെയുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ അർമാദിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നറിയാം. ഭക്ഷണമൊക്കെ കറക്റ്റായി കഴിക്കണം, തോമസ് വൈദ്യന്റെ മരുന്നും കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ കരയുന്നു. അങ്ങനെ ലേഖ എടുത്തും അനന്തുവിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ ഫോൺ വെക്കുകയാണ്. അവനാണെങ്കിൽ സത്യത്തിൽ മഹാലക്ഷ്മിയെ നന്നായി തന്നെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇക്കാര്യം ശത്രുക്കളിൽ മേഘനാഥനും വാമദേവനും എല്ലാവരും അറിയുന്നുണ്ട്. കരുണയാണെങ്കിൽ അറിഞ്ഞിട്ടില്ല. അറിയിക്കാനായിട്ട് ഉണ്ണി തയ്യാറെടുക്കുകയാണ്. അവനാണെങ്കിൽ റെഡി ആയിട്ട് പോവാൻ നിൽക്കുന്നു. വാമദേവനാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും പിരിഞ്ഞെന്ന് അറിയുമ്പോൾ തന്നെ അയാളുടെ പകുതി അസുഖവും മാറുകയാണ്. വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കുന്നു. പഴയതുപോലെ തന്നെ കമ്പനി അടച്ചു ഭരിക്കാൻ തന്നെയാണ് ഉണ്ണിയുടെയും മേഘനാഥന്റെയും വാമദേവന്റെയും ഒക്കെ തന്നെ തീരുമാനം. അങ്ങനെ ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട്, ഇക്കാര്യം ഞാൻ നേരിട്ട് തന്നെ പോയിട്ട് പറയണം. ആ മഹാലക്ഷ്മിയും കണ്ണനും പിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തിച്ചതാണ്. അതിനിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് കുറച്ച് വൈകിട്ടാണെങ്കിലും ഇപ്പോഴാണ്. ഇനി ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ആ മഹാലക്ഷ്മി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ സന്തോഷ വാർത്ത കരുണയെ അറിയിച്ച് അവളെയും ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണം എന്നൊക്കെ ഉണ്ണി പറയുന്നു. അപ്പൊ പിന്നെ ഇനി വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് ചെല്ലാൻ നോക്കെന്ന് പറഞ്ഞ് ദുർഗയാണെങ്കിൽ അവനെ അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. പിന്നീട് ദുർഗ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് കണ്ണന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ആവേശം കൂട്ടുകയാണ്. കണ്ണൻ റൂമിലിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ദുർഗ വാതിൽ തുറന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി കേട്ടോ. ഒരു പെണ്ണ് നിന്നെ ചതിച്ചിട്ട് പോയെന്ന് കരുതിയിട്ട് ഈ അമ്മ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം. ഇനി മുതൽ ഒരിക്കലും നിന്നെ ഞാൻ മാറ്റി നിർത്തില്ല എന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ഒന്നും മിണ്ടാനായിട്ട് കഴിയുന്നില്ല. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തൊരു സ്നേഹമാണ് ഇവർക്കൊക്കെ എന്നോട്. എൻ്റെ മഹി അവൾ എൻ്റെ തണലായിട്ട് വന്നതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടായത്. ഇനി ഇവർക്കൊക്കെ തന്നെ നല്ലൊരു തിരിച്ചടി കൊടുക്കണം. എൻ്റെ കുഞ്ഞൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. എൻ്റെ കുഞ്ഞിൻ്റെയും ഭാര്യയുടെയും നല്ല ഭാവിക്കും സുരക്ഷയ്ക്കും വേണ്ടി തന്നെയാണ് ഞാൻ അവരെ ഇപ്പം മാറ്റി നിർത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ താൽക്കാലം സന്തോഷിക്കുന്നൊക്കെ പറയുകയാണ്. പിന്നെ ദുർഗയോട് പറയുന്നുണ്ട്, എന്തെങ്കിലും വേണമെങ്കിലൊക്കെ തന്നെ ഞാൻ അറിയിച്ചോളാം എന്ന്. അങ്ങനെ ഉണ്ണി കരുണയെ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും കരുണ തന്നെയാണ് നല്ല പെൺകുട്ടി. കാരണം അവള് പിരിഞ്ഞിരിക്കുകയാണെങ്കിലും രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്തായാലും നിന്റെ ഭാര്യയെ പോലെ ആയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ശരി, എന്തായാലും പിരിഞ്ഞവരൊക്കെ തന്നെ ഈ വാർത്തയോട് കൂടിയിട്ട് ഒന്നിക്കട്ടെ എന്ന് കണ്ണൻ പറയുന്നു. പിന്നീട് ഉണ്ണിയാണെങ്കിൽ വീട്ടിലേക്ക് എത്തുകയാണ്. പ്രതാപനോട് മുത്തശ്ശിയോടൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ പിന്നെയും വന്നോ? എന്തിനാ വന്ന്? എന്റെ മോളെ കടുത്ത തീരുമാനത്തിലാ, അവളിനി അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയുന്നത്. ഞങ്ങളെ കൊണ്ടും ഇത് നിർബന്ധിക്കാൻ വയ്യ. എന്തെന്ന് വെച്ചാ അവൾ ഞങ്ങൾക്കൊരു ഭാരമല്ല, അവളോട് ഇരുന്നോട്ടെ. അവളുടെ തീരുമാനം എന്തോ അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം എന്നിങ്ങനെ പ്രതാപനും മുത്തശ്ശിയും പറയുമ്പോൾ, അങ്ങനെയൊക്കെ തീരുമാനിക്കാനായിട്ട് വരട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് കരുണയോട് സംസാരിക്കാനുണ്ട്. കരുണ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങോട്ടും വരുന്നില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യത്തിലിരിക്കുന്നത്. അവളുടെ സമ്മാനവുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതെ, ആ മുഖത്ത് എറിഞ്ഞതോട് കൂടിയിട്ട് താലിയും എറിഞ്ഞു തരേണ്ടതായിരുന്നു. ഞാനത് ചെയ്യാത്തതേ എനിക്ക് അങ്ങനെ ഒരു ദിവസം വരുമെന്ന് കരുതിയിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ മര്യാദയ്ക്ക് ഇറങ്ങിയപ്പോ അതോ ആട്ടി ഇറക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോ തന്നെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ കേട്ടേ മതിയാവുള്ളൂ എന്ന് ഉണ്ണി പറയുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയുടെ ഒരു സംസാരം കേൾക്കാൻ തന്നെ തയ്യാറാവുകയാണ്. അവരാണെങ്കിൽ ഒഴിഞ്ഞു പോയി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഉണ്ണി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ കരുണ ആകെ ഷോക്കാവുന്നു. എന്ത്, അവളുടെ വയറ്റിൽ കുഞ്ഞോ? അതെ, ആ കുഞ്ഞ് ആരുടേതാണെന്നൊന്നും അറിയില്ല. പക്ഷെ അവളും അയാളും എന്നേക്കുമായിട്ട് പിരിഞ്ഞു. പ്രഗ്നൻസി കൺഫേം ചെയ്തു. അയാൾ ഹോസ്പിറ്റലിലേക്ക് വന്ന് അവിടെ വെച്ച് തന്നെ അവളെ ഇനി അങ്ങോട്ട് വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ കരുണ ഒത്തിരി സന്തോഷിക്കുകയാണ്. എന്നാലും കമലേശ്വരത്തിലെ ആദ്യത്തെ പേരക്കുട്ടി അഭിഹിത സന്തതിയായോ? അയാളെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ കരുണ പറയുമ്പോൾ, കണ്ടുകൊണ്ടേ ഇരിക്കണം. നീ എന്തായാലും ഇനി വീട്ടിലേക്ക് വരണം. ഇനി പിടങ്ങി പിരിഞ്ഞിരിക്കേണ്ട. ഇനി നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയായിരിക്കും കാര്യങ്ങളുടെ കിടപ്പ് വശം. നീ വന്നേ മതിയാവുള്ളൂ കരുണ എന്നൊക്കെ പറയുമ്പോൾ, കരുണയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാം. പക്ഷേ ഇപ്പൊ ഈ കേട്ട വാർത്ത അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് തന്നെയാണെന്നിങ്ങനെ കരുണ പറയുന്നു. പിന്നീട് പ്രതാപനെയും മുത്തശ്ശിയെയും ഒക്കെ തന്നെ
ഉണ്ണി കരുണയും ചേർന്ന് ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിക്കും ശരിക്കും ലോട്ടറി അടിച്ചതുപോലെയാണ് സന്തോഷം. അവരാണെങ്കിൽ ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുന്നു. അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായല്ലോ. പണ്ടേ അവളെ കാണാനായിട്ട് കള്ളക്കാമുകൻ ഒളിഞ്ഞു കയറിയപ്പോ ഇവൻ അവളെ ചേർത്ത് പിടിച്ചതാണല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ അവന് അവള് ഒരു പോക്കാണെന്ന്. എന്തായാലും പിരിഞ്ഞല്ലോ, അത് മതി. അങ്ങനെ മോഹിനിയാണെങ്കിൽ ഇതൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. ഹോസ്പിറ്റലും കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവരാണെങ്കിൽ ഒളിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ണി പറയുകയാണ്, ഇനി കമ്പനിയിലെ അധികാരവും വീടിന്റെ അധികാരമൊക്കെ തന്നെ കണ്ണേട്ടൻ തിരിച്ചു വാങ്ങിക്കും. അതോട് കൂടിയിട്ട് നമ്മളായിരിക്കും അവിടുത്തെ രാജാക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ ഇനി മോൾ ഒന്നും ആലോചിക്കേണ്ട, ഉണ്ണിക്കുട്ടൻ്റെ കൂടെ പോയിക്കോളാനായിട്ട് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും പറയുകയാണ്. എന്തായാലും ഈ സമയം കരുണയും അതിന് തയ്യാറെടുക്കുന്നുണ്ട്. പാവം മോഹിനി ആവട്ടെ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മഹാലക്ഷ്മിയെ വിളിക്കുകയാണ്. മോളെ എന്ത് പറ്റി നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എങ്ങനെയാ അറിഞ്ഞത്? ഇവിടെ ഉണ്ണി വന്നിരുന്നു, കരുണയോടും അച്ഛനോടും മുത്തശ്ശിയോടൊക്കെ പറയുന്നത് കേട്ടു. ഓ, അപ്പോഴേക്കും അവിടെ അത് ആഘോഷമാക്കിയോ? അമ്മ പേടിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഞാന് ഒന്ന് വീണു. എന്ത് വീണെന്നോ? അതെ അമ്മേ, മനഃപൂർവ്വം വീഴ്ത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉണ്ണിയുടെ അമ്മയ്ക്ക് ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് എന്നെ പരിശോധിക്കാനായിട്ട് ഒരു പ്രസവം നോക്കുന്ന അമ്മയെ കൊണ്ടുവന്നിരുന്നു. പിന്നെ അവര് ചെയ്തു കൂട്ടിയ ക്രൂരത, അതിന്റെ ഫലമാണ് ഇപ്പൊ ഞാനും കണ്ണേട്ടനും രണ്ടോടത്തിരിക്കുന്നത്. എന്താ മോളെ കാര്യം തെളിച്ചു പറയുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഇനി കണ്ണേട്ടൻ പ്രസവം വരെ ലേഖയുടെയും ഭരതുവിന്റെയും കൂടെ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്കിനി കമലേശ്വരത്തിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. കണ്ണേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. അമ്മ പേടിക്കൊന്നും വേണ്ട. ശത്രുക്കൾക്ക് ഇതിപ്പോ ചെറിയൊരു ആഘോഷമായിരിക്കും, പക്ഷേ പേടിക്കേണ്ടതില്ല. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആ തറവാട്ടിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവിടെ സുഖമായിട്ടിരിക്കാം. ലേഖനെ നന്നായി തന്നെ നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ തന്നെ മോഹിനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ആവുകയാണ്. എന്തായാലും തൽക്കാലമായിട്ട് എല്ലാവരും സന്തോഷിക്കട്ടെ, അമ്മ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.